വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ 23 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. മികച്ച രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്യുന്നതാണ് ചടങ്ങ്. അവാർഡ് വിതരണം ചെയ്യുവാൻ മുഖ്യ അതിഥിയായി വലിയൊരു നേതാവും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ചടങ്ങ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും നേതാവിനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ നേതാവിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ 1 മണിക്കൂർ മുമ്പേ 30 കിലോമീറ്റർ അപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടുന്ന് ഞാൻ മനഃപൂർവ്വം കുറച്ച് വൈകിയേ പുറപ്പെടും. ആ സമയത്തിനുള്ളിൽ സുനിൽ അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുക, നേതാവ് ഇതാ എത്തിച്ചേരും, ഇപ്പോൾ എത്തിച്ചേരും, ഇപ്പോൾ എത്തിച്ചേരും, അങ്ങനെ പറഞ്ഞ് ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിലാക്കുക. അതായത് നേതാവിനെ കാണാൻ അവരുടെ ഉള്ളിൽ വല്ലാത്ത കൊതി ഉണ്ടാക്കുക എന്നാണ് അയാൾ പറഞ്ഞത്. നേതൃത്വ പാടവം അഥവാ നേതൃഗുണങ്ങൾ എന്നൊക്കെ നാം കേട്ടിട്ടുള്ളതുപോലെ തന്നെ നേതൃകൗശലമാണ് അയാൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കാത്ത് മണ്ടന്മാരായിരിക്കുന്ന നമ്മളോടെല്ലാം ചേർന്ന് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ താങ്ങി നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ നേതാക്കന്മാർ ഉയർന്നിരിക്കുന്നത്. നമ്മൾ അവരെ കാത്തിരുന്ന് നമ്മുടെ സമയവും ഊർജവും നശിപ്പിക്കാനുള്ളതല്ല. ഇങ്ങനെ കൗശലക്കാരായ നേതാക്കൾ ഉയർന്നു വരാതിരിക്കട്ടെ ഒരിക്കലും എന്ന പ്രാർത്ഥനയോടെ നന്ദി.